ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സങ്കീർത്തനങ്ങൾ 145:19. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. സങ്കീർത്തനം 20:4 നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു എന്ന് 34-ാം സങ്കീർത്തനത്തിലും നാം വായിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ ജീവിതത്തിൽ വ്യക്തമായി ഇടപെടുന്ന ദൈവത്തെ നാം ഇവിടെ കാണുന്നു. നമ്മുടെ ഹൃദയത്തിലെ യഥാർത്ഥ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവം പ്രധാനമായും ദൈവഹിതവുമായി പൊരുത്തപ്പെടുന്ന ആഗ്രഹങ്ങളെ സാധിപ്പിക്കുക തന്നെ ചെയ്യും. സഹായത്തിനും വിടുതലിനും മാർഗനിർദ്ദേശത്തിനുമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏതു ഭക്തന്റെയും ആഗ്രഹം സാധിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. യേശുവിനെ ഭയപ്പെടുന്നവർ, അതായത് അവനിൽ ആശ്രയിക്കുകയും അവനെ സേവിക്കുകയും ചെയ്യുന്നവർ യേശുക്രിസ്തുവിന്റെ സംരക്ഷണവും കരുതലും ആസ്വദിക്കുന്നു. സംഖ്യാപുസ്തകം 23 ബാലാക് ബിലയാമിനോട് യാക്കോബിനെ ശപിക്കുക, ചെന്ന് ഇസ്രായേലിനെ പ്രാകുക എന്ന് പറയുമ്പോൾ ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കുമെന്നും യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകുമെന്നും ബിലയാം ചോദിക്കുന്നു. ദൈവത്തെ ഭയപ്പെടുന്നവരോട് കർത്താവിൻ്റെ കരുണ വളരെ വലിയതാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയും നിലവിളിയും ശ്രദ്ധിക്കുന്നു. ഇത് മാത്രമല്ല, അവരുടെ കഷ്ടതകളിൽ സഹായവും കരുതലും രക്ഷയും വാഗ്ദാനം ചെയ്തിരിക്കുന്നു. 30 ദിവസത്തേക്ക് ദാര്യാവേശ് രാജാവിനോടല്ലാതെ യാതൊരു ദേവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളയുമെന്നായിരുന്നു രാജനിയമം. വാർത്ത കേട്ട ദാനിയേൽ താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. തുടർന്ന് സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ദാനിയേൽ എറിയപ്പെട്ടുവെങ്കിലും കർത്താവ് അവനെ വിടുവിക്കുവാനിടയായി. രാജാവ് ദാനിയേലിനോട്, ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയേലേ, നീ ഇടപെടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ പ്രാപ്തനായോ എന്ന് ചോദിക്കുന്നു. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കുന്ന, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us.